സ്റ്റുഡൻസ്, കെമിസ്ട്രീൻ്റെ റിവിഷൻ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം മുൻപത്തെ പാർട്ടിൽ നമ്മൾ ഒരു 9 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്യുന്നത് 10th ക്വസ്റ്റ്യനാണ്. Among the following alkenes, one butane അല്ലല്ലോ, ഇത് ബ്യൂട്ടീൻ ആണ്. ബ്യൂട്ടീൻ, സിസ് 2 ബ്യൂട്ടീൻ, ട്രാൻസ് 2 ബ്യൂട്ടീൻ. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഇസ്. നമുക്ക് 3 ആൽക്കെയിൻസ് തന്നിട്ടുണ്ട്. 1 ബ്യൂട്ടീൻ, സിസ് 2 ബ്യൂട്ടീൻ, ട്രാൻസ് 2 ബ്യൂട്ടീൻ. ഇതിൽ നിന്ന് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ ആൽക്കീന് ഫസ്റ്റ്, ആൻഡ് ദെൻ സെക്കൻഡ്, തേർഡ്. അപ്പം ഡിക്രീസിങ് ഓർഡറാണ്. ഫസ്റ്റ് ഡിക്രീസിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയതിന് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ആ ഒരു ഫോമാറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതുന്നത്, ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 1 ബ്യൂട്ടീൻ, സിസ് 2 ബ്യൂട്ടീൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ടല്ലോ. 1 ബ്യൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CH2 ബ്യൂട്ടീൻ, ഈനാണ്, ആൽക്കീനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഡബിൾ ബോണ്ട് ആയിരിക്കില്ല ഇത് മൂന്നിലും വരുന്നത്. ഡബിൾ ബോണ്ട്. ഇതാണ് 1 ബ്യൂട്ടീൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പൊസിഷനിലാണ് ആൽക്കിൽ ഗ്രൂപ്പ് വരുന്നത്. ആൻഡ് സെക്കൻഡ് വരുന്നത് സിസ് 2 ബ്യൂട്ടീനാണ്. നോർമലി സിസ് ആൻഡ് ട്രാൻസ് 2 ബ്യൂട്ടീനിലെ സെയിം സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് ഇവിടെ സിസിൽ സെയിം സൈഡിലായിരിക്കും മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്, ആൻഡ് ട്രാൻസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ്, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് സിസ് 2 ബ്യൂട്ടീനാണ്. കണ്ടോ, സെയിം സൈഡിലാണല്ലോ ആൽക്കിൽ ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസ് 2 ബ്യൂട്ടീനാണ്. സിസിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ ആൽക്കിൽ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മതി. CH3 H. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൽക്കീനിൻ്റെ സ്റ്റെബിലിറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ട്രാൻസ് 2 ബ്യൂട്ടീൻ ആണെങ്കിലും സിസ് 2 ബ്യൂട്ടീൻ ആണെങ്കിലും അതിൽ 2 ബ്യൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബ്യൂട്ടീനേക്കാളും കുറച്ചും കൂടി സ്റ്റേബിളാണ്. ഓക്കെ, ബിക്കോസ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്യൂട്ടീനിൽ ഡബിൾ ബോണ്ട് പ്രസൻറ്റ് ഇൻ സെക്കൻഡ് പൊസിഷൻ. നിങ്ങൾ നോക്കി നോക്കൂ, ഈ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് ഫസ്റ്റ് കാർബൺ ഇവിടെ വരുന്നല്ലേ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ട് എവിടെയുള്ളത്, സെക്കൻഡ് പൊസിഷനിലാണ് വരുന്നത്. ഇനിയിപ്പോൾ നേരെ തലതിരിച്ച് നമ്മൾ നെയിമിങ് ചെയ്യുന്നതാണെങ്കിലും ഇതൊരു സെക്കൻഡ് പൊസിഷനിലാണ്. ഇൻ ദിസ് കേസ്, ഇൻ ദിസ് സിസ് 2 ബ്യൂട്ടീൻ്റെ കേസും സെക്കൻഡ് പൊസിഷനിലാണ്. ഇവിടെ നോക്കൂ, 1 2 3 4. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലായിട്ടാണ് ബ്യൂട്ടീൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു 1 ബ്യൂട്ടീൻ്റെ കേസിൽ ഫസ്റ്റ് പൊസിഷനിൽ 1 2 3 4 അല്ലേ, ഫസ്റ്റ് പൊസിഷനിലാണ് ഈ ഒരു ആൽക്കിൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്നത്. As the number of alkyl groups around the double bond increases the stability of the alkene. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ കാരണം സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്യൂട്ടീന് 1 ബ്യൂട്ടീനേക്കാളും കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും, ബിക്കോസ് ദി പ്രസൻസ് ഓഫ് ദി ആൽക്കിൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് തന്നെയാണ്. ആൻഡ് വിച്ച് ഹാസ് എ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഒരു പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇതിലുണ്ടാവും. ആൻഡ് ദിസ് ആൽക്കിൽ ഗ്രൂപ്പ്സ് റിപ്പൽ ദി ഇലക്ട്രോൺ ടുവേർഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ ബോണ്ട് ആൻഡ് സ്റ്റെബിലിറ്റി കൂടുന്നത് ഈ ഒരു കേസിൽ. ആൻഡ് സോ ദി 2 ബ്യൂട്ടീൻ ഇസ് മോർ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ദാൻ ദി 1 ബ്യൂട്ടീൻ. ഓക്കെ,
എന്നിട്ട് ലാസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഡബിൾ ബോണ്ട് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും വെച്ചാണ് 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ലാസ്റ്റ് പൊസിഷനിൽ ഏതാണ് വരുന്നത് 1 ബ്യൂട്ടീനാണ്. ഓക്കെ, ഇനി ഇതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളത് നോക്കുന്നതാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നെക്സ്റ്റ് സിസ് ബ്യൂട്ടീനെയും ട്രാൻസ് ബ്യൂട്ടീനെയാണ്. സിസ് ബ്യൂട്ടീൻ ആൻഡ് ട്രാൻസ് ബ്യൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിഫറൻസ് വരുന്നത്? സിസ് ബ്യൂട്ടീൻ്റെ സെയിം സൈഡിലാണ് ആൽക്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പ് എന്ന് പറയും നമ്മളിത്. സെയിം സൈഡിലാണ് ആൽക്കിൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്നത് അല്ലേ, ദിസ് വൺ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഒരു ആൽക്കിൽ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ആൽക്കിൽ ഗ്രൂപ്പിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഇത് സ്റ്റീരിക് റിപ്പൾഷന് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ എന്താണ് ഈ ഒരു സിസ് ബ്യൂട്ടീൻ്റെ കേസിൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇടയിലുള്ള സെയിം സൈഡിലായതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് കുറവായിരിക്കും. അവിടെയുള്ള സ്റ്റീരിക് റിപ്പൾഷന് മോറായിരിക്കും വരുന്നത്. സ്റ്റീരിക് റിപ്പൾഷന് മോറാകുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ട്രാൻസ്ബ്യൂട്ടീൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്ബ്യൂട്ടീൻ്റെ കേസിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ് ഡിസ്റ്റൻസ് കുറച്ചും കൂടെ ഹൈ ആണല്ലേ. ഈ ഒരു സിസ് ബ്യൂട്ടീനിലും ട്രാൻസ്ബ്യൂട്ടീൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ഇവിടെ ട്രാൻസ്ബ്യൂട്ടീനിൽ ഡിസ്റ്റൻസ് ഹൈ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റീരിക് റിപ്പൾഷൻ എന്തായിരിക്കും, അത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് 1 ബ്യൂട്ടീനാണ്. അതിനേക്കാളും കുറച്ചും കൂടെ ഗ്രേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് സിസ് 2 ബ്യൂട്ടീനാണെന്ന്. അത് സെക്കൻഡ് വൺ അല്ലേ. ഇനി അതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ട് വരുന്നത് ട്രാൻസ് 2 ബ്യൂട്ടീനാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓർഡർ ഇതാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് തേർഡാണ്, പിന്നെ സെക്കൻഡ് ആൻഡ് ഫസ്റ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷന് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ നോക്കാം. 1 CH3 CH2 CHCl2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 ക്ലോറോപ്രൊപ്പൈൻ അല്ലെങ്കിൽ 1 പ്രൊപ്പൈൽ ക്ലോറൈഡ് എന്നാണ് ഇതിനെ മെയിൻ ചെയ്യുന്നത്. ഐയുപാക് നെയിം വരുന്നത്. ഇറ്റ്സ് ട്രീറ്റഡ് വിത്ത് NaNH2 ദാറ്റ് ഈസ് സോഡിയം അമൈഡ് ആൻഡ് പ്രൊഡക്റ്റ് ഈസ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സോഡിയം അമൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിയാക്ടൻ സൈഡിൽ നിന്ന് 1 ക്ലോറോപ്രൊപ്പൈൻ അത് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ് ഇവിടെ നടക്കുന്നത്. ബട്ട്സ് ലീഡിങ് ടു ദ ഫോം എ ആൽക്കൈൻ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് അറിയേണ്ടത്? ഒരു ആൽക്കൈൻ ഗ്രൂപ്പാണ് ഇത് രണ്ടും തമ്മിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇക്വേഷൻ ഇവിടെ ചെയ്യാം. CH3 CH2 CHCl2 പ്ലസ് എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ സോഡിയം അമൈഡ് 2NaNH2 ഇത് രണ്ടും തമ്മിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവിടെയുള്ള 2NaNH2 ഉണ്ടല്ലോ, സോഡിയം അമൈഡ് സ്ട്രോങ് ബേസ് ആണ് വരുന്നത്. ഈ ഒരു സ്ട്രോങ് ബേസ് ഹാലൈഡ് ആറ്റത്തിനെ ആൽക്കൈന്ന് റിമൂവ് ചെയ്യുന്ന. ഓക്കെ, ഈ ഒരു സ്ട്രോങ് ബേസ് എന്താണ്? നമ്മുടെ ഈ ഒരു ആൽക്കീന് ഈ ഹാലൈഡ് ഗ്രൂപ്പിനെ അത് റിമൂവ് ചെയ്യുന്നുണ്ട്, ഹാലൈഡ് ആറ്റത്തിനെ. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആൽക്കീനാണ് ലാസ്റ്റ് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? പ്രൊഡക്റ്റായിട്ട് ആൽക്കീൻ. അതാണ് നമ്മുടെ CH3 CH ട്രിപ്പിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ആൽക്കൈൻ ഗ്രൂപ്പ് ട്രിപ്പിൾ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈനാണ് വരുന്നത്. അപ്പോൾ ആൽക്കൈൻ പ്ലസ് ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 2HCl ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിയാക്ഷൻ വരുന്നത്. ഈ ഒരു റിയാക്ഷൻ ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് B ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. That is, when phenol is treated with excess bromine water, it gives. അപ്പോൾ ഫീനോൾ എക്സസ് ബ്രോമിൻ വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ്?
എന്താണ് എക്സസ് ഫീനോൾ എക്സസ് ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന്? അപ്പോൾ നമുക്കറിയാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീനോൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. 1 2 3 ഇതാണ് ഫീനോൾ വരുന്നത്. പ്ലസ് എക്സസ് വാട്ടർ, ബ്രോമിൻ വാട്ടറാണ് വരുന്നത്. ദറ്റ് ഈസ് ഇതിൻ്റെ 3Br2 gives presence of H2. ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ വരുന്നത്. നമുക്ക് കിട്ടുന്ന ബെൻസീൻ റിംഗ് എന്നാണ് വരുന്നത്. എന്താണ്? OH. ഇവിടെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്നത് എക്സസ് ബ്രോമിൻ കണ്ടീഷനിൽ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെ റിപ്ലേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിയാക്ഷനിൽ. ഇനി ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലായിരിക്കും ബ്രോമിൻ ആറ്റംസ് റിപ്ലേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 and 4 പൊസിഷനാണ് വരുന്നത്. 1 2 3 4 5 6 ഇതാണല്ലോ പൊസിഷൻ വരുന്നത്. ഒന്നുകൂടെ അത് ചെയ്യാം. H2O ഇവിടെ ഫസ്റ്റ് പൊസിഷൻ OH ഇവിടെ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് പൊസിഷൻ ഇത്, ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇതാണ് വരുന്നത്. തേർഡ് പൊസിഷൻ ഇവിടെ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്? ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ്. ഓർത്തോ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെയും പാരാ പൊസിഷൻ ഫോർത്ത് 1 ഇവിടെയും, പിന്നെ സിക്സ്ത്ത് ഭാഗത്ത് വരും കേട്ടോ. അങ്ങനെ 3 ബ്രോമിൻ ആറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് നമുക്ക് 3HBr കൂടെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ റിയാക്ഷന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് കേട്ടോ. ഇവിടെ ഫീനോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഫീനോളിലുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അപ്പോൾ അതാണ് റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? 2,4,6 ട്രൈ ബ്രോമോ ഫീനോളാണെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് ദി 13th question, ester is formed by a reaction between. അപ്പം എസ്റ്റർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഏത് റിയാക്ഷനിലൂടെയാണ്? അപ്പോൾ എസ്റ്ററിഫിക്കേഷൻ എന്ന മെത്തേഡ് തന്നെ പറയുന്നത് ഇറ്റ്സ് എ റിയാക്ഷൻ ബിറ്റ്വീൻ ദി കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. അപ്പം ആൽക്കഹോളും ആസിഡും തമ്മിലുള്ള റിയാക്ഷനിലൂടെയാണ് എസ്റ്ററിഫിക്കേഷൻ വരുന്നത് ഇൻ ദി പ്രസൻസ് ഓഫ് ആൻ ആസിഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ്, ഒരു ആസിഡ് കാറ്റലിസ്റ്റും കൂടെയുണ്ട്. അങ്ങനെയാണ് എസ്റ്ററിഫിക്കേഷൻ നടത്തുന്നത്. ജസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻസ് തിരഞ്ഞെടുത്താൽ മാത്രം മതി. അപ്പോൾ ഓപ്ഷനായിട്ടുള്ളത് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ അതിൻ്റെ ആൻസർ 13A ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. And which of the following compounds is not prepared by the Sandmarsh reaction? Sandmarsh reaction ഇതിൽ ഏതാണ് പ്രിപ്പയർ ചെയ്യാത്തതെന്നാണ്, ഏത് റിയാക്ഷനാണ് ഏത് കോമ്പൗണ്ടാണ് താഴെ തന്നിരിക്കുന്നതിൽ ഇൻവോൾവ് ചെയ്യാത്തതെന്ന്. അപ്പോൾ നമുക്ക് സാൻഡ്മാർഷ് റിയാക്ഷൻ എന്താണെന്ന് അറിയണം. ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെയുള്ളത്. അതായത് അരയിൽ ഡയാസോണിയം സോൾട്ട് എന്ന് അരയിൽ ഹാലൈഡ്സിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സാൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്, യൂസിങ് കോപ്പർ സോൾട്ട്. ഈ ഒരു കോപ്പർ സോൾട്ട് ആയിരിക്കും റിയേജൻ്റ് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഫ്രീ റാഡിക്കൽ ന്യൂക്ലിയോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത് കേട്ടോ. നമുക്കതൊന്ന് നോക്കാം. റിയാക്ഷൻ വരുന്ന
ഡയാസോണിയം സോൾട്ട്. ഇപ്പോൾ ഒരു അമിനോ ഗ്രൂപ്പ് ഇതാണല്ലേ NH2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷനിൽ അമിനോ ഗ്രൂപ്പ് ഇതെന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? അറോമാറ്റിക് റിങ്. ഓക്കെ, അപ്പോൾ ഇതാണ് അറോമാറ്റിക് റിങ്. അപ്പോൾ ഈ ഒരു ഡയാസോണിയം അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ടു ആണ് അറോമാറ്റിക് റിങ്. ഇതെന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇസ് കൺവേർട്ടഡ് ഇൻ ടു എ ഡയാസോണിയം സോൾട്ട്. ഡയാസോണിയം സോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക എന്താണ് ഫസ്റ്റത്തെ അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള അറോമാറ്റിക് റിങ് ഡയാസോണിയം സോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് NO2 പ്ലസ് HCl. ഓക്കെ, ഇവിടെ സോഡിയം നൈട്രേറ്റ് ആൻഡ് യൂസ്ഡ് വിത്ത് ദി ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു കൺവേർട്ട് ദി അമിനോ ഗ്രൂപ്പ് ഓഫ് ബെൻസീൻ റിങ്. ഓക്കെ, ആ ഒരു ബെൻസീൻ റിങ്ങിൽ നിന്ന് ഈ ഒരു അമിനോ ഗ്രൂപ്പിനെ ഈ ഒരു സോഡിയം നൈട്രേറ്റും HCl കൂടിയിട്ടുള്ള അതാണ് ഈ ഒരു ബെൻസീൻ റിങ്ങിൽ നിന്ന് അമിനോ ഗ്രൂപ്പിനെ മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു ഡയാസോണിയം സോൾട്ട് ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് കോപ്പർ സോൾട്ട് ഓഫ് ഹാലൈഡ് അതാണ് യൂസ് ചെയ്യുന്നത് റിയാജൻ്റ് ആയിട്ട്. ഈ ഒരു റിയാക്ഷനിൽ അങ്ങനെ വരുന്ന കോപ്പർ സോൾട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ജനറലി സാൻഡ്വിച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കോപ്പർ സോൾട്ട് ഓഫ് ക്ലോറിനും ബ്രോമിനും ആണ് നോർമലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ക്ലോറോ ബെൻസീൻ ആൻഡ് ബ്രോമോ ബെൻസീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സാൻഡ്വിച്ച് റിയാക്ഷനിൽ നോർമലി ചൂസ് ചെയ്യുന്നത് എന്താണ്? ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനും ഒക്കെയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് അയോഡോബെൻസീനിൽ ഇവിടെ കോപ്പർ സോൾട്ട് അല്ല വരുന്നത് ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് പൊട്ടാഷ്യം അയോഡോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ കോപ്പർ സോൾട്ടിന് പകരം പൊട്ടാഷ്യം അയോഡോഡ് യൂസ് ചെയ്യുന്നതാണെങ്കിലാണ് നമുക്ക് എന്താണ് ഈ ഒരു അയോഡോബെൻസീൻ്റെ കേസിലുള്ള റിയാക്ഷനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു റിയാക്ഷനെ സാൻഡ്വിച്ച് റിയാക്ഷൻ എന്ന് റെഫർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു അയോഡോബെൻസീനെ വെച്ച് ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെ നമ്മൾ ബാൾ-ഷീമൻ റിയാക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ക്ലോറോബെൻസീനും അല്ല ബ്രോമോബെൻസീനും അല്ല. അപ്പം അയോഡോബെൻസീനാണ് വേറൊരു നെക്സ്റ്റ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്നിരുന്നാലും ഇവിടെ ബെൻസീൻ നൈട്രൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ബെൻസീൻ നൈട്രൈൽ? ബെൻസീൻ നൈട്രൈലും ഒരു സാൻഡ്വിച്ച് റിയാക്ഷൻ പ്രോസസ്സ് തന്നെയാണ്. ഇറ്റ്സ് ഓൾസോ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബെൻസോനൈട്രൈൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാൻഡ്വിച്ച് റിയാക്ഷൻ്റെ അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ട് കിടക്കുന്ന അയോഡോബെൻസീനാണ്. അയോഡോബെൻസീന് പൊട്ടാഷ്യം അയോഡോഡ് വെച്ചിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിയാക്ഷൻ വേറൊരു റിയാക്ഷനായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ്, അയോഡോബെൻസീനാണ്. ബാക്കിയൊക്കെ സാൻഡ്വിച്ച് റിയാക്ഷൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. The functional group which is found in amino acids. അമിനോ ആസിഡ്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് അമിനോ ആസിഡ്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്? ദറ്റ് ഈസ് കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ട്. COOH എന്ന് പറയുന്നത് കാർബോക്സിലിക് ഗ്രൂപ്പാണ്. അതും പിന്നെ NH2 അമിനോ ഗ്രൂപ്പ് ഉണ്ടല്ലോ, NH2. ഇതും എന്താണ്? ഈ രണ്ട് ഗ്രൂപ്പും നമ്മുടെ ഈ അമിനോ ആസിഡ്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് മേക്കിംഗ് ദം ആംഫോറ്ററിക് ഇൻ നാച്ചുറൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. The protein responsible for blood clotting is. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതെന്നാണ്. അപ്പം എല്ലാവർക്കും അറിയാം, ബയോളജി സെക്ഷനിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഏത് പ്രോട്ടീനാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്.
അപ്പോൾ എന്താണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ആൽബുമിൻസ്, ഗ്ലോബുലിൻസ്, ഫൈബ്രോൺ ആൻഡ് ഫൈബ്രിനോജൻ. അപ്പോൾ കേട്ട് പഴകിയൊരു പേര് തന്നെ ആയിരിക്കും, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഫൈബ്രിനോജനാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നത് അല്ലേ. ഈ ഒരു ഫൈബ്രിനോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബ്ലഡ് പ്ലാസ്മ പ്രോട്ടീനാണ്. അതിനെ ഫൈബ്രിനെ ബ്ലഡ് ക്ലോട്ടിങ് ടൈമിൽ ഫൈബ്രിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫൈബ്രിൻ ഡ്യൂറിങ് ബ്ലഡ് ക്ലോട്ടിങ് അല്ലേ. പിന്നെ ബാക്കി വരുന്ന പ്രോട്ടീൻസും ബാക്കി വരുന്നവയും പ്രോട്ടീൻസാണ്, ആൽബുമിനും ഗ്ലോബുലിനും. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ആർ ഇൻവോൾവ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് ഓസ്മോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് വേണ്ടിയിട്ടാണ് ഒരു ആൽബുമിനും ഗ്ലോബുലിനും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഫോർ ദി ക്ലോട്ടിങ്. ഓക്കെ, അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഫൈബ്രോജനാണ് നമ്മുടെ 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഡി. ഇനി 17th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദി ഫോളോയിങ് ബൈ ഗിവൻസ് ഓപ്ഷൻസ് ബിലോ. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്ന് തിരഞ്ഞെടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഓപ്ഷൻ നോക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ സബ് പാർട്ടുകളായിട്ട് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഭാഗങ്ങളായിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. 2 മാർക്ക് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇവിടുന്ന്. അപ്പോൾ എന്താണ് എ ആൻഡ് ബി പാർട്ട്? ഇവിടെ 1 and 2 ആയിട്ട് സബ് പാർട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എലമെൻറ്റ്സ് രണ്ടും ആൻസർ ചെയ്യുമ്പോൾ എന്താ ഓരോ മാർക്ക് വരുത്താൻ കിട്ടും. എലമെൻറ്റ്സ് ബിലോങ്ങിങ് ഗ്രൂപ്പ് 16 ആൻഡ് കോൾഡ്. ഗ്രൂപ്പ് 16 ബിലോങ് ചെയ്യുന്ന എലമെൻറ്റ്സ് അവരുടെ പേരെന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്ന് പിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒക്കെയാണ് ഈ ഇത്തരം ഭാഗങ്ങളിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി സെക്ഷൻ കുറച്ചും കൂടെ നമുക്ക് ഉപയോഗപ്പെടുന്നത്. റിയാക്ഷൻ സൈഡിലൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഓർമ്മ വരത്തുള്ളൂ. പക്ഷേ ബാക്കി കാര്യങ്ങളപ്പം നമ്മൾ വായിക്കുന്നതൊക്കെ ഇങ്ങനത്തെ സെക്ഷനൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഓരോന്നും ഓർമ്മയിലേക്ക് വരും. എലമെൻറ്റ്സ് ബിലോങ്ങിങ് ഗ്രൂപ്പ് 16 ആർ കോൾഡ്. ഗ്രൂപ്പ് 16 വരുന്ന എലമെൻറ്റ്സിന് എന്താണ് പറയുന്നത്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ചാൽക്കോഗൻസ്, റോംബിക് സൾഫർ, പെയിൽ ബ്ലൂ, ഡയാറ്റോമിക്, ഡയോക്സിജൻ ആൻഡ് ഓസോൺ. അപ്പം ഇതിൽ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേഗം പിക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും റോംബിക് സൾഫർ, പെയിൽ ബ്ലൂ, ഡയാറ്റോമിക്, ഡയോക്സിജൻ, ഓസോൺ ഒന്നുമല്ല. കുറച്ചും കൂടി ചാൽക്കോഗൻസ് അല്ലേ. ചാൽക്കോഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതാണ് കുറച്ചും കൂടി മോർ ഇമ്പാക്റ്റ് ആവുന്നത്. അപ്പം ചാൽക്കോഗൻസ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇതിൽ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവരെയാണ് ചാൽക്കോഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ചാൽക്കോഗൻസ് ആണ് ഫസ്റ്റിൻ്റെ. ആൻഡ് അണ്ടർ ഓർഡിനറി കണ്ടീഷൻ ഓക്സിജൻ എക്സിസ്റ്റ് ആസ് എ ഡാഷ് ഗ്യാസ്. ഓർഡിനറി കണ്ടീഷൻസ് ഓക്സിജൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് തന്ന ഓപ്ഷൻസ് നോക്കാം. ചിലത് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആൻസറിൻ്റെ കേസിൽ നമുക്കിത് പിക്ക് ചെയ്യാൻ പറ്റും, കാരണം ഇതൊക്കെ വേറെ എന്തോ റിലേറ്റഡ് ആണെന്ന് മനസ്സിലാവാം. ഇവിടെ എന്താണ് നമുക്ക് പൂരിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ, ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. പറ്റിക്കഴിഞ്ഞാലും ആ ഒരു ഇത് അറിയില്ലെങ്കിൽ പോലും അങ്ങനെ ചില മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുന്നതാണെങ്കിൽ ഓക്സിജൻ എന്തായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം ബാക്കിയൊക്കെ നമുക്ക് വിടാം. റോംബിക് സൾഫറും പെയിൽ ബ്ലൂവും പിന്നെ ഓസോണും ഇതൊന്നും ഒരു കെമിസ്ട്രി പഠിച്ച സ്റ്റുഡൻറ്റിനെ എന്താണ് ഈ ഒരു സെക്ഷനിൽ ഓപ്ഷനായിട്ട് എന്തെല്ലാം അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. ബാക്കി ഡൈ ആറ്റോമിക് ആണോ ഡൈ ഓക്സിജൻ ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോഴാണ് ഒന്നും കൂടെ വായിക്കേണ്ടത്. അണ്ടർ ഓർഡിനറി കണ്ടീഷൻ ഓക്സിജൻ എക്സിസ്റ്റ് ആസ് എ ഡാഷ് ഗ്യാസ്. എന്തായിട്ടാണ് ഓക്സിജൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? O2 ഫോമിലാണ് അല്ലേ. അപ്പം ആ ഒരു O2 ഫോമിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് നാച്ചുറൽ ഗേഷ്യസ് അല്ലേ സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു നാച്ചുറൽ ഗേഷ്യസ് സ്റ്റേറ്റിലതിനെ കൊണ്ട് തന്നെ അതിനെ ഡയാറ്റോമിക് ഗ്യാസ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് O2? ഇറ്റ്സ് എ ഡയാറ്റോമിക് ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡയാറ്റോമിക് എന്നാണ്. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചാൽക്കോഗൻസും ഡയാറ്റോമിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചോ. ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഇത് പാസേജ് വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും, അത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് പാസേജ് വായിക്കേണ്ടതായിട്ടുണ്ട്. ദി കെമിസ്ട്രി ടീച്ചർ വാസ് എക്സ്പ്ലെയിൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് 2 ഹൈഡ്രൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് ഓക്സിജൻ, H2S and H2O.
അതായത് എന്താണ്, കെമിസ്ട്രി ടീച്ചർ 2 ഹൈഡ്രേറ്റ്സ്, സൾഫറിൻ്റെ ഓക്സിജൻ്റെ 2 ഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് H2S ആൻഡ് H2O. H2S and H2O are having same hybridization state but different bond angles. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, H2Sനും H2Oക്കും സെയിം ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത് അല്ലേ. അവരുടെ ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ എന്താണ്, സെയിം ഹൈബ്രിഡൈസ്ഡ് ആണ്, പക്ഷെ അവരുടെ ബോണ്ട് ആംഗിൾസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. H2S ഹാവ് ഇൻഡെഫിനിറ്റ് വോളിയം വൈൽ H2 ഹാസ് ഡെഫിനിറ്റ് വോളിയം. അപ്പോൾ H2Sന് എന്താണ്, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള നിർവചിക്കാൻ കഴിയുന്നൊരു വോളിയം, ആൻഡ് H2ൻ്റെ കേസിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം കിട്ടും. ആൻഡ് H2 cannot be placed in an open container but H2 can be placed due to their different physical state. അപ്പോൾ എന്താണ്, H2Sന് അതിൻ്റെ ഒരു ഓപ്പൺ കണ്ടെയ്നറിൽ അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലൈക്ക് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇതിന് H2-നാണെങ്കിൽ H2 വാട്ടർ ആണല്ലേ, അപ്പോൾ അതിനെ ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ അതിനെ കൊണ്ട് തന്നെ എന്താണ് നമുക്ക് വെച്ചാൽ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സിലേക്ക് പ്ലേസ്ഡ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഐഡിയ അവർ നമുക്ക് തന്നതാണ് എന്താണെന്ന് വരുന്നത്. ആൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദി ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്സ് ഓഫ് സെൻട്രൽ ആറ്റം ഇൻ H2S ആൻഡ് H2O. അപ്പം ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് സെൻട്രൽ ആറ്റം H2Sലെയും H2Oയിലെയും സെൻട്രൽ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് H2S ആൻഡ് H2O. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ്, അതെങ്ങനെയാണ് മനസ്സിലാക്കാമെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് H2S cannot be placed in an open container. എന്താണ്, ഓപ്പൺ കണ്ടെയ്നറിൽ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തന്നെ നമുക്കൊരു ഹിൻഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കെമിസ്ട്രി പഠിക്കുന്ന ഏതൊരാൾക്ക് വേണമെങ്കിലും, കെമിസ്ട്രി പഠിക്കാത്ത ആൾക്ക് വേണമെങ്കിലും H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആണെന്ന് അല്ലേ. അപ്പം H2O വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഫോമിലാണ് വരുന്നത്, ദാറ്റ് ഈസ് ലിക്വിഡ് ഫോമാറ്റിലാണ് അത് വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് തന്നെ H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡും H2S എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസുമാണ്. അപ്പം അത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവർ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹിൻഡ് തരും നമ്മളുടെ ഫൈനൽ ആൻസറിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊന്ന് നിങ്ങൾ അതൊന്ന് മാച്ച് ആണോ എന്ന് നോക്കണം നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന ഹിൻഡ് നോക്കാം. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ആണ് സെൻട്രൽ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യന്. നിങ്ങൾ പാരഗ്രാഫ് നോക്കുന്നതാണെങ്കിൽ പാരഗ്രാഫിൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, H2Sൻ്റെയും H2Oൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും, സെയിം ആണെന്ന് അല്ലേ. ഇവിടെ നോക്കൂ, സെയിം ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഒന്ന് കണ്ടെത്തിയാൽ മതി, ഏതാ സ്റ്റേറ്റ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അവരുടെ ആംഗിൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആംഗിളൊന്നും ചോദിക്കുന്നില്ലല്ലോ, ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയണം. ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റൽസിനെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇൻ കേസ് എന്താണ് സൾഫർ അല്ലേ, ഇവിടെ എന്താണ് ഓക്സിജൻ സൾഫറൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ ഓർബിറ്റൽസിനെ ഉണ്ടാക്കാൻ പറ്റും. അത് ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹൈബ്രിഡൈസേഷൻ വരുന്നത്, നമ്പർ ഓഫ് ബോണ്ടഡ് ആറ്റംസ് പ്ലസ് ലോൺ പെയർസ്. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി സെൻട്രൽ ആറ്റം ഫൈൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഓക്സിജൻ്റെ കേസിലൊന്ന് നോക്കാം. ഓക്സിജൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, H2O എടുക്കാം. ഓക്സിജൻ്റെ കേസിൽ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ, H2Oയിൽ ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ 6 ഇലക്ട്രോൺ ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. അപ്പം 6. ഓക്കെ, ആൻഡ് ദി എന്താണ് 2 സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ ആറ്റമായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ നോക്കാമെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 6, ഇത് ഇവിടെ 2 H2Oയിൽ എന്താണ് 2 ഹൈഡ്രജൻ ആറ്റമാണ്. അപ്പോൾ അതുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ 2 സിംഗിൾ ബോൺസ്, 2 സിംഗിൾ ബോൺസ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ബാക്കി റിമൈനിങ് ആയിട്ട് എന്താണ് വരുന്നത്? 2 ലോങ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് ഈസ് 6 വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ നമുക്ക് ഓക്സിജൻ്റെ കേസിൽ വരുന്നത്. അപ്പം 2 സിംഗിൾ ബോണ്ട് ആരുമായിട്ടാണ് ചെയ്യുന്നത്? H2O എന്നാണല്ലോ വാട്ടറിൻ്റെ കേസിൽ. അപ്പം ഓരോ സിംഗിൾ ബോണ്ട് വീതം ഹൈഡ്രജനായിട്ട് പാരപ്പ് ചെയ്യുന്നുണ്ട്. 2 ബോൺസ് അല്ലേ, 2 ബോൺസ്. ഇനി ഇവിടെ നോക്കൂ, എത്ര ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്? 1 ഇവിടെ ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ട് ഒരു പെയർ, ലോൺ പെയർ ക്രിയേറ്റ് ചെയ്യും. ഇനി ഇത് രണ്ടും കൂടെ ഒരു ലോൺ പെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, 2 ബോൺസ് ഉണ്ടോ? ഒരു ബോണ്ട് ഇവിടെയും ഒരു ബോണ്ട്, അങ്ങനെ 2 ബോൺസും ഉണ്ട്, 2 ലോൺ പെയറും ഉണ്ടാവും. ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും. എന്താണ്, 2 ലോൺ പെയർ കിട്ടി. അപ്പം ഹോൾ ടോട്ടൽ നമുക്ക് 4 പെയർസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 ഗ്രൂപ്പ്സ് വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 4 ഗ്രൂപ്പ് മെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 4 ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾ നോക്കേണ്ടത് അതൊരു sp3 ഹൈബ്രിഡൈസേഷനാണ് വരുന്നത് കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം sp3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, H2ൻ്റെ കേസിലാണ്. ആ ഒരു പാസേജിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സെയിം ഹൈബ്രിഡൈസേഷനാണ് വരുന്നത്. അപ്പോൾ H2ന് sp3 ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ H2Sനും sp3 തന്നെയായിരിക്കും ഹൈബ്രിഡൈസേഷനായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങളുണ്ടല്ലോ sp ഹൈബ്രിഡൈസേഷൻ എന്താണ്, sp3 ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ട് കുറച്ചും കൂടെ മോർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഹൈബ്രിഡൈസേഷൻ ചാപ്റ്റർ ഒന്നും കൂടി നോക്കണം. ഇത്രയേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഇതൊരു ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് ട്രൂ ഫോർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫാൾസ് ഫോർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂവും ഫാൾസും എഴുതാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ട്രൂ എന്ന് എഴുതാം, ആൻഡ് ഇൻകറക്റ്റ് ആണെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓർക്കുക, ഒന്ന് ശരിയും ഒന്ന് തെറ്റാണെന്നുള്ള ധാരണ പാടെ ഒഴിവാക്കണം. രണ്ടും ശരിയാവാം, രണ്ടും തെറ്റാവാം, ഒന്ന് ശരിയാവാം, തെറ്റാവാം, അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇവിടുത്തെ നമുക്ക് നോക്കാം, അയോണിക് ബോണ്ട് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് വേറസ് കോവാലന്റ് ബോണ്ട് ഇൻവോൾവ്സ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെയൊക്കെ നമ്മളുടെ ആ ഒരു ക്ലാസ് തിയറി സെക്ഷൻ ക്ലാസ്സസ് നമ്മൾ വായിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സെക്ഷനൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നല്ല ആയിട്ട് ആൻസർ ചെയ്ത് പോകാം. അപ്പം ഇതെന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അയോണിക് ബോണ്ട് ഇൻവോൾവ്സ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അയോണിക് ബോണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസ് ട്രാൻസ്ഫറാണ് നടക്കുന്നത്. കോവാലന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ബോണ്ടിൻ്റെ ക്ലാസ്സസ് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കോവാലന്റ് ബോണ്ട് എന്താണ് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് എന്താണെന്ന് അറിഞ്ഞുള്ളത് ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെന്താണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പെട്ടെന്ന് പിടികിട്ടും. കാരണം അയോണിക് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമഡ് ബൈ ദി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. ഇലക്ട്രോൺസിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നോ അതെന്താണ്, അയോണിക് ബോണ്ട് ആയിരിക്കും. ഓർക്ക് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചേക്കാം, ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ അയോണിക് ബോണ്ട്. അപ്പം ഇലക്ട്രോൺ ട്രാൻസ്ഫറിൻ്റെ എക്സാമ്പിൾ എന്തായിട്ടാണ് വരുന്നത്, NaCl ഒക്കെ പഠിച്ചത് ഓർമ്മ ഉണ്ടാകണം. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് NaCl. ഇനിയിപ്പം കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ ഓർക്കാം, കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അയോണിക് ബോണ്ട് ആണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ എന്താണ്, ഷെയർ ചെയ്യുന്നത് അല്ലേ, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാം, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ ഇവിടെ എത്തിക്കുന്നത് അല്ലേ, അതിനാണ് അയോണിക് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കോവാലന്റ് ബോണ്ട് എന്താണ്, ഈ ഒരു പിക്ചർ രണ്ടും ഓർത്ത് വെക്കണം, ഷെയർ ചെയ്യുന്നതാണ്, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത് കോവാലന്റ് ബോണ്ട്. ഇപ്പോൾ കോവാലന്റ് ബോണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ എന്താണ്,
നമ്മുടെ H2O2 എല്ലാം ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് NaCl. ഇതിൻ്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം പെട്ടെന്ന് മനസ്സിലാവും NaCl എന്ന്. ശരി, അപ്പോൾ ഫസ്റ്റ് ആൻസർ ട്രൂ ആണെന്ന് നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫോർമേഷൻ ഓഫ് ഡേറ്റീവ് ബോണ്ട്. ഇവിടെ ഒരു ഇതുണ്ടാവും. ഡേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ഡോണർ ടു ആക്സെപ്റ്റർ. അപ്പം എന്താ കോർഡിനേഷൻ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണറിന് ഇലക്ട്രോൺസിനെ അക്സെപ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് തീർച്ചയായിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഡാറ്റീവ് അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ it's one atom donating both the electrons to a shared bond. ഒരു ആറ്റത്തിനെ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ആറ്റത്തിലേക്ക് എന്താണ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാം. അപ്പം ഇത് എന്താണ് വെച്ചാൽ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസേഴ്സ്. ഇനി നെക്സ്റ്റ് ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദി ഫോളോയിങ് ബൈ ഗിവൺ ഓപ്ഷൻ ബിലോ ആണ്. അപ്പം എന്താണ് ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഈസ് കോൾഡ് ഇറ്റ്സ്. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറിനെ നമ്മൾ എന്താണ്, ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസിനെ നമ്മൾ എന്താ വിളിക്കാമെന്നാണ്. എന്താണ് നമ്മൾ പറയുന്നത്? ദറ്റ് ഇസ് സെഡ് ആണ് അല്ലേ? സെഡ് ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. പ്രോട്ടോണിനെ മാത്രം പറയുന്നതാണെങ്കിൽ അതിൻ്റെ വാല്യൂ പറയുന്നത് അത് അറ്റോമിക് നമ്പറാണ്. ദറ്റ് ഇസ് സെഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നാണ് ആറ്റം. ഇനി നെക്സ്റ്റ് ലിസ്റ്റ് നോക്കാം. അപ്പോൾ അറ്റോമിക് നമ്പർ കൊടുത്ത് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇസ് കോൾഡ്. അതായത് ന്യൂക്ലിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആണ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വാല്യൂ ആയിരിക്കും എന്താണ് ആ ഒരു ന്യൂക്ലിയസിൻ്റെത്. അപ്പം ആ ഒരു വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദറ്റ് ഈസ് മാസ് നമ്പർ ആയിരിക്കും. അതിൻ്റെ മാസ് നമ്പറാണ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? മാസ് നമ്പറിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞതിൽ ഇത്തിരി സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് വരുന്നത് ഇതാണല്ലേ. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാം. ഇതിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നത് അറ്റോമിക് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രോട്ടോണും തരും, അതിൻ്റെ വാല്യൂ തരും, ന്യൂട്രോണും തരും. അപ്പോൾ അതിന്ന് അറ്റോമിക് നമ്പറും മാസ് നമ്പറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ അത് ചെയ്യാൻ പറ്റണം. കംപ്ലീറ്റ് ദി ഫോളോവിങ് ബൈ ഗിവൺ ഓപ്ഷൻസ് ബിലോ. ഓപ്ഷൻസ് എന്നത് തിരഞ്ഞെടുത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ഒന്ന് ഡ്യൂ ടു ഡാഷ് നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻഡാഹലൈഡ്സ്. എന്താ ഡ്യൂ ടു ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നൈട്രജന് പെൻഡാഹാലൈഡ്സ് ആയിട്ട് മാറുന്നില്ല. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വരുന്നത് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് നൈട്രിക് ഓക്സൈഡ് ഇസ് ഡാഷ് ബട്ട് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് ഇസ്. അപ്പോൾ ഇവിടെ 2 പോയിന്റ് നമുക്ക് വേണം അല്ലേ? സ്പേസ് ഒന്ന് നോക്കണം, എത്ര എണ്ണം വേണമെന്ന് ആ ഒരു സ്പേസ് വെച്ചിട്ട് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തുള്ള ക്വസ്റ്റ്യനിൽ വരുന്നത് ഒറ്റൊന്നാണ് ഡാഷ് വരുന്നത്, അവിടെ ഒറ്റൊന്ന് മാത്രം ഫിൽ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ലോജിക്കൽ വേ ഓഫ് അപ്രോച്ച് നമുക്ക് വേണമെങ്കിൽ നടത്താം. അതായത് ഇവിടെ നിന്ന് തന്നിരിക്കുന്ന ഓപ്ഷന് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഓരോന്നും മാച്ച് ആവുന്നുണ്ടോയെന്ന്, ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആവാൻ പറ്റുന്നുണ്ടോയെന്ന് അങ്ങനെ ചെക്ക് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ അറിയാത്തവർ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ അറിയാത്തവർ അങ്ങനെ പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡ്യൂ ടു absence of d orbital nitrogen does not form pentahalides. ഓക്കെ, അത് ഓക്കെ ആണല്ലേ? വേണമെങ്കിൽ ഇങ്ങനെ നെക്സ്റ്റ് ഒന്ന് നോക്കാം. ഡ്യൂ ടു CaCl2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് കേട്ടോ. ഡ്യൂ ടു കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻഡാഹാലൈഡ്സ്. അപ്പം അവിടെ തന്നെ നോക്കാം, നൈട്രജൻ പ്രസൻ്റ് ഒന്നല്ല അല്ല കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റിൽ. അപ്പോൾ അത് അവിടെ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. N2O5 എന്ന് പറയുന്നത് ഡൈനൈട്രജൻ പെൻഡോക്സൈഡ്. ഡ്യൂ ടു N2O5 നൈട്രജൻ ഡസ് നോട്ട് ഫോം പെൻഡാഹാലൈഡ്സ്. അപ്പോൾ ഈ ഒരു N2O5 CaCl2 അവിടെ മാച്ചിങ് ആണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പം അവിടെ ഒരു ലോജിക്കൽ അപ്രോച്ച് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല അല്ലേ. അപ്പം വേറെ എന്തോ കാര്യങ്ങളാണ്. അപ്പം ഇവിടെ നമ്മൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നൈട്രജൻ പെൻഡാഹാലൈഡ്സ് ആവാത്തതിന് കാരണം
ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു നൈട്രജന് ആസ് നോ ഡി ഓർബിറ്റൽ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് കൻ നോട്ട് എക്സ്പാൻഡ് ഇറ്റ് ഒക്റ്ററ്റ്. ആ ഒരു ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണ് പെൻഡാഹാലൈഡ്സായി മാറാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് എന്ത് കാരണമാണ്? ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആൻസർ വരുന്നത് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റലാണ്. സെക്കൻഡ് നോക്കാം. ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് നൈട്രിക് ഓക്സൈഡ് ഈസ്, ഇവിടെ ഇത് ഒക്യുപ്പൈഡ് ആയില്ലേ, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് നൈട്രിക് ഓക്സൈഡ് ഈസ് CaOCl2 എന്ന് പറയുക ആരെങ്കിലും? ഇല്ല. അതിൻ്റെ അടുത്ത് N2O5 കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഒന്നെങ്കിൽ പാരാമാഗ്നറ്റിക് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും വരുന്നത്. ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് നൈട്രിക് ഓക്സൈഡ് ഈസ് എന്താണ് വരുന്നത്? അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിരിക്കും നൈട്രിക് ഓക്സൈഡിന്. ആസ് എൻ അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദി ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലേ. ഗേഷ്യസ് സ്റ്റേറ്റിൽ നൈട്രിക് ഓക്സൈഡ് അൺപെയർഡ് ഇലക്ട്രോണാണ്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് വരുന്നത്? ദറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ഇതിൻ്റെ ആൻസറും നമുക്ക് വരുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ബട്ട് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ഇറ്റ് ഈസ്, ഇവിടെ പാര കിട്ടി, എന്തായിരിക്കും? ഇവിടെ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ലിക്വിഡ് സ്റ്റേറ്റിൽ നോ മോളിക്കുലർ പെയറപ്പ് ആൻഡ് ഇറ്റ് മേക്കിംഗ് അപ്പ് എ ഡയാമാഗ്നറ്റിക് നേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടുന്ന് പഠിക്കേണ്ടത്. ഇനി ഇവിടെ വേറൊരു കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. CaOCl2 ആൻഡ് N2O5 എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് CaOCl2 എന്ന് പറയുന്നത്. ഇത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ വേറൊരു പേരാണ്. ഇത് അന്നേരം എന്തിന് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലോത്ത് വാഷ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ N2O5 അതായത് ഡൈനൈട്രജൻ പെൻഡോക്സൈഡ്. ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് നൈട്രേറ്റിംഗ് ഏജൻറ്റ് കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയാൻ വരുന്നത്. അപ്പം ആൻസർ കണ്ടില്ലേ? ഫസ്റ്റ് വരുന്നത് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ആൻഡ് സെക്കൻഡ് വരുന്നത് പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ്, ഇങ്ങനെയാണെങ്കിൽ അൺപെയറായി നിൽക്കുന്ന ഇലക്ട്രോൺസിനെയാണ് പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നത്. അത് നൈട്രജൻ്റെ കേസിൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് പാരാമാഗ്നറ്റിക് വരുന്നത്. ഡയാമാഗ്നറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെയർഡ് ആയിട്ടുള്ള. read the passage given below and answer the following question. ഈ ഒരു പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. At a sweets shop in Hyderabad, Rishi bought some sweets. He requested the sales boy to put the sweets in a polythene bag. The sales boy refused to do so. Instead, he kept the sweet box in a paper bag. അപ്പോൾ ഇതാണ് പാരഗ്രാഫ് വരുന്നത്. പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ഹൈദരാബാദിലുള്ളൊരു സ്വീറ്റ് ഷോപ്പിൽ ഋഷി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിപ്പോയി. ആൻഡ് ഋഷി ആ ഒരു സെയിൽസ് ബോയിനോടായിട്ട് എന്താ പറയുന്നത്? ഒരു പോളിത്തീൻ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബാഗിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലേക്ക് നമുക്ക് സ്വീറ്റ്സ് തന്നാൽ മതിയെന്ന്. പക്ഷേ ഈ ഒരു സെയിൽസ് ബോയ് അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഈ ഒരു സ്വീറ്റ് ബോക്സിനെ ഒരു പേപ്പർ ബാഗിലിട്ടിട്ടാണ് നമ്മുടെ ഋഷിക്ക് കൊടുക്കുന്നത്. ഇതാണ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു യുക്തിയെ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വൈ ഡിഡ് ദി സെയിൽസ് ബോയ് റെഫ്യൂസ് ടു പുട്ട് ദി സ്വീറ്റ് ബോക്സ് ഇൻ എ പോളിത്തീൻ ബാഗ്? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സെയിൽസ് ബോയ് ഇങ്ങനെ പോളിത്തീൻ ബാഗിലേക്ക് ഈ ഒരു സ്വീറ്റ് ബോക്സ് ഇടാതിരുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പുട്ട് ചെയ്യാൻ നിരസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ലേ. പോളിത്തീൻ ബാഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ്സ്, പ്ലാസ്റ്റിക് കവറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് നോൺ ബയോഡീഗ്രേഡബിൾ ആണ് അല്ലേ. കൂടാതെ എന്തിനാണ്? എൻവയൺമെൻറ്റിന് ഹാംഫുള്ളും കൂടിയാണ്. ദ ടേക്ക് 100 years to decompose ആൻഡ് ഓൾസോ ഇറ്റ്സ് കോൺട്രിബ്യൂട്ട് ടു ദി പൊല്യൂഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോളിത്തീൻ ബാഗ് യൂസ് ചെയ്തത്. എന്താണ്? ദേ ആർ നോൺ ഡീഗ്രേഡബിൾ ആണ്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടില്ല. ഇത് ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ എഴുതി കൊടുത്താൽ മതി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ. ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് കെമിസ്ട്രി, വൈ വുഡ് യു അഡ്വക്കേറ്റ് ദി യൂസ് പേപ്പർ ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പോളിത്തീൻ ബാഗ്സ്? അപ്പം കെമിസ്ട്രി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾ എന്താണ് പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം പേപ്പർ ബാഗ് യൂസ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാണ്. ഓക്കെ, അപ്പം ഇവിടെയും നിങ്ങൾക്ക് ആൻസർ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആൻസർ റെസ്പോൺസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള ആൻസേഴ്സ് പറയാൻ പറ്റുന്നതാണ്. എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് തന്നെ എഴുതണമെന്നില്ല. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എന്ത് വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ കൊടുക്കുന്നത്? ദറ്റ് ഈസ് പേപ്പർ ബാഗ്സ് എന്തായിരിക്കും? ബയോഡിഗ്രേഡബിൾ ആണ്. പിന്നെ ആണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആണല്ലേ. ബയോഡിഗ്രേഡബിൾ എന്ന് വെച്ചാൽ മണ്ണിൽ അലിഞ്ഞ് പോകുന്നതാണ് പേപ്പർ ബാഗ്സ്. നമ്മുടെ മരത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ അവ. പിന്നെ ഇറ്റ് ക്യാൻ ഡീകമ്പോസ് ഈസിലി വിത്തൗട്ട് ഹാമിങ് ദ എൻവയൺമെൻറ്റ് അല്ലേ. എൻവയൺമെൻറ്റിനെ ഹാം ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റും പേപ്പർ ബാഗ്സ്. പക്ഷേ അൺലൈക്ക് പോളിത്തീൻ ബാഗ്സ് ദ ഡു നോട്ട് കോസ് സോയിൽ ആൻഡ് വാട്ടർ പൊല്യൂഷൻ അല്ലേ. ഈ ഒരു പോളിത്തീൻ ബാഗിനെ പകരമായിട്ട് ഈ ഇത്തരത്തിലുള്ള പേപ്പർ ബാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, വാട്ടർ ആൻഡ് സോയിൽ പൊല്യൂഷൻ മേക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പോളിത്തീൻ ബാഗിന് പകരമായിട്ട് പേപ്പർ ബാഗ് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അത്രയും. ഇനി 23rd ക്വസ്റ്റ്യൻ നോക്കാം. ദ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ദി ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺസ് എൻ്റർ ദി എഫ് ഓർബിറ്റൽസ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഡിഫറൻഷിയേറ്റിംഗ് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് n-2 എഫ് ഓർബിറ്റലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള എലമെൻസിനെയാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ദർ ആർ 2 സീരീസ് ഓഫ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത്? കറസ്പോണ്ടിങ് ടു ഫില്ലിംഗ് ഓഫ് 4 and 5f ഓർബിറ്റൽസ്. അതായത് 4fഉം 5f ഓർബിറ്റൽസ് എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ആ ഒരു എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ 2 സീരീസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ദ സീരീസ് ഓഫ് 4f ഓർബിറ്റൽ ഈസ് കോൾഡ് ലാന്തനൈറ്റ്സ്. എന്താണ് നമ്മൾ പറഞ്ഞു? 5f ഓർബിറ്റലുണ്ട് 4f ഓർബിറ്റലുണ്ട് അല്ലേ, 2 സീരീസ്. അതിൽ 4f ഓർബിറ്റലിൽ കിടക്കുന്ന സീരീസിനെയാണ് നമ്മൾ ലാന്തനൈറ്റ്സ് എന്ന് പറയുന്നത്. ലാന്തനൈറ്റ്സ് ഷോ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ലാന്തനൈറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? അത് ഡിഫറെൻ്റ് ആയിരിക്കും. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡിങ് ഓൺ സ്റ്റെബിലിറ്റി ഓഫ് F0, F7 ആൻഡ് F14 കോൺഫിഗറേഷൻ. അതായത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ലാന്തനൈറ്റ്സ് കാണിക്കാൻ കാരണം അതിൻ്റെ F0, F7, F14 കോൺഫിഗറേഷനിലെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ്. ദി മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ +3. അപ്പം ഇവയിലെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? +3 ആണല്ലേ. ദർ ഈസ് എ റെഗുലർ ഡിക്രീസ് ഇൻ ദി സൈസ് ഓഫ് ലാന്തനൈറ്റ്സ് അയോൺസ്. അപ്പം ഇവിടെ ഈ ഒരു ലാന്തനൈറ്റ്സ് അയോൺസിൽ ഒരു റെഗുലർ ഡിക്രീസ് കാണപ്പെടുന്നുണ്ട് വിത്ത് ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. എന്താണ്? അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാന്തനൈറ്റ്സിൻ്റെ അയോൺസ് അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ. അപ്പോൾ അതിനെയാണ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പാസേജിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവരുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ പാസേജിനെ സംബന്ധിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അമംഗ് ദ ഫോളോയിങ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, താഴെ കൊടുക്കുന്നതിൽ നിന്ന് തെറ്റായിട്ടുള്ള ഓപ്ഷന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പം ഈ ഒരു പാസേജ് വായിച്ചപ്പോൾ മനസ്സിലായി എന്തോ ലാന്തനൈറ്റ് കോൺട്രാക്ഷനെ കുറിച്ചിട്ട് അവർ പറയുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തീം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം. ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ ഇസ് ദി അക്യുമുലേഷൻ ഓഫ് സക്സസീവ് ഷ്രിങ്കേജ്. അപ്പോൾ എന്താണ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസീവ് ഷ്രിങ്കേജ് മുതലുള്ള ഒരു അക്യുമുലേഷൻ ആണ് വരുന്നതെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ലാന്തനൈറ്റ് കോൺട്രാക്ഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് 4D series of the transition elements have no similarity with the 5D series of elements. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദറ്റ് ഈസ് നമ്മളോട് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ലാന്തനൈറ്റ് കോൺട്രാക്ഷനെ കുറിച്ച് പറഞ്ഞു. അതെന്താണ്? സക്സസീവ് ഷ്രിങ്കേജ് വഴിയാണ്.
രണ്ടാമത് വരുന്നത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ്റെ റിസൾട്ട്. ഈ ഒരു 4D സീരീസിൻ്റെ പ്രോപ്പർട്ടീസ്, 4D സീരീസിലുള്ള ആ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ്സ് 5D സീരീസിലെ എലമെൻറ്റ്സുമായിട്ട് സിമിലാരിറ്റീസ് ഇല്ല എന്നാണ് സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നത്. തേർഡ് വരുന്നത് ഷീൽഡിങ് പവർ ഓഫ് 4f ഇലക്ട്രോൺസ് ഇസ് ക്വൈറ്റ് വീക്ക്. അതായത് 4f ഇലക്ട്രോണിലെ ഷീൽഡിങ് പവർ വീക്കാണെന്ന്. ഡി വരുന്നത് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദ റേഡിയസ് ഓഫ് ദ ആറ്റംസ് ഓർ അയോൺസ് പ്രൊസീഡ് ഫ്രം LA ടു LU. അതായത് എന്താണ് ഇവിടെ, അതായത് ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ LA മുതൽ LU വരെ പോകുമ്പം ഒരു ആറ്റംസിൻ്റെ റാഡി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അല്ലെങ്കിൽ അയോൺസ് അതിൻ്റെ റാഡി ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് ഇവിടെ കാണിക്കുന്നത്? ദറ്റ് ഈസ് there is a regular decrease in the size of lanthanide ions with increase in atomic number which is known as lanthanide contraction. അപ്പോൾ lanthanide contraction എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഇതിലുണ്ടാവുന്ന ഡിക്രീസ് തന്നെയാണ് അല്ലേ. അപ്പം ലാസ്റ്റ് ഓപ്ഷൻസ് ശരിയായിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്കിവിടെ വരുന്ന ഈ ഒരു ഇതിലും എന്താണ്, ദർ ഇസ് എ ഷീൽഡിങ് പവർ ഓഫ് 4f ഇലക്ട്രോൺ ഇസ് ക്വൈറ്റ് വീക്ക്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കേണ്ടത്. പിന്നെ എന്താണ് നിങ്ങൾ നോക്കൂ, ആസ് എ റിസൾട്ട് ഓഫ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ, ലാന്തനൈഡ് കോൺട്രാക്ഷൻ്റെ റിസൾട്ട് കാരണം 4D സീരീസിലെ എലമെൻറ്റ്സ്, ട്രാൻസിഷൻ എലമെൻറ്റ്സിന് ഹാവ് നോ സിമിലാരിറ്റീസ് വിത്ത് ദി 5D സീരീസ് ഓഫ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കുന്നത് ഹാവ് സിമിലാരിറ്റീസ്, ഇതിലുണ്ടല്ലോ സിമിലാരിറ്റീസ് ഉണ്ടാവുന്നതാണ്. 4Dയിലുള്ളത് തന്നെ 5Dയിലേക്കും. അപ്പം ഈ ഒരു ലാന്തനൈഡ് കോൺട്രാക്ഷൻ കാരണമാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പം ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ ദ അറ്റോമിക് ആൻഡ് അയോണിക് റാഡി ഓഫ് ദി ലാന്തനൈഡ് എലമെൻറ്റ്സ് അല്ലേ. ആസ് ഇൻക്രീസ് ദ അറ്റോമിക് നമ്പർ, അത് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മൂവ് അക്രോസ് ദി ലാന്തനൈഡ് സീരീസ് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഡ്യൂ ടു പുവർ ഷീൽഡിങ് ബൈ 4f ഇലക്ട്രോൺസ്, അവിടെ എന്താണ് 4f ഇലക്ട്രോൺസിൻ്റെ പുവർ ഷീൽഡിങ്, അതാണ് ഇറ്റ്സ് ക്വൈറ്റ് വീക്ക് എന്ന് പറഞ്ഞത്. ഷീൽഡിങ് പവർ ഓഫ് ദി 4f ഇലക്ട്രോൺസ് ഇസ് ക്വൈറ്റ് വീക്ക്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇതിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ആൻഡ് ലീഡിങ് ടു എ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ അറ്റോമിക് റാഡി. അപ്പം ഈ ഒരു ഷീൽഡിങ് 4f ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് കാരണം അതിൻ്റെ ചാർജ് ഇൻക്രീസ് ആണെന്ന് കാര്യം. അപ്പം നമ്മുടെ അറ്റോമിക് റാഡി എന്താണ്? ഡിക്രീസ് ആകും. ഷീൽഡിങ് ഇൻക്രീസ് ആകുമ്പോൾ അറ്റോമിക് റാഡി ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പം എന്താ പറ്റുന്നത്? ഇതിൻ്റെ ഇമ്പാക്റ്റ് കാരണം 4D ആൻഡ് 5D സീരീസ് ആൻഡ് ദിസ് ഇസ് അതിൻ്റെ സൈസ് ഡിക്രീസസ് ഇൻ ദി ലാന്തനൈഡ്സ് കോസസ് ദി എലമെൻറ്റ്സ് ഇൻ ദി ഫോളോയിങ് 5D സീരീസ് ആൻഡ് 4D സീരീസിൽ ഇറ്റ്സ് ഹാവ് എ സിമിലർ അറ്റോമിക് റാഡി കമ്പയർഡ് ടു ദെയർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇൻ ദി 4D സീരീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തന്നെ 23ാമത്തെ ക്വസ്റ്റ്യനിൽ people residing near villages have a tendency to dispose waste in a water. A person was disposing mercury cells in water. Astur and Raju asked the person not to do so. എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? പീപ്പിൾ റിസൈഡിങ് നിയർ വില്ലേജസ് ഹാവ് എ ടെൻഡൻസി ടു ഡിസ്പോസ് വേസ്റ്റ് ഇൻ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജിൻ്റെ അവിടെ താമസിക്കുന്ന റിസൈഡ് ചെയ്യുന്ന പീപ്പിൾസിന് അപ്പോൾ എന്താണ്, വാട്ടറിലേക്ക് എന്തെങ്കിലും വേസ്റ്റ് ഉള്ളതാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കുന്നതാണ്. സോ ഒരു പേഴ്സൺ, അവിടെ ഉള്ള ഒരു ആളെന്താണ്, മെർക്കുറി സെൽസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള രാജു ആ ഒരു ആളോട് പറയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ടു ഡു സോ, ഇറ്റ്സ് എ പേഴ്സൺ നോട്ട് ടു ഡു സോ, അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പം ഈ ഒരു ചെറിയൊരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമുക്കൊരു സബ് ക്വസ്റ്റ്യൻസ് A and B എന്ന് പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വാട്ട് ആർ ദി ഹാംഫുൾ എഫക്ട്സ് ഓഫ് മെർക്കുറി? അപ്പോൾ മെർക്കുറിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്.
അപ്പം മെർക്കുറീനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലേ. മെർക്കുറീൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഹൈലി ടോക്സിക് ആണ് അല്ലേ. പിന്നെ നമുക്ക് കൂടുതൽ സെവറൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ തന്നെ അത് പെട്ടെന്ന് ഇറ്റിക്കഴിഞ്ഞാൽ നമുക്കവിടെ എന്താണ് വൂണ്ടായിട്ട് വരും. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, പിന്നെ കിഡ്നി ഡാമേജ് ആവാം, പിന്നെ എന്താണ് നമ്മുടെ ബയോ അക്യുമുലേഷൻ ഇൻ ദ ഫുഡ് ചെയിൻ, അതിനെ പോയ്സണിങ്, ഇറ്റ്സ് ലീഡിങ് ടു പോയ്സണിങ്. പിന്നെ ആണെങ്കിൽ എന്താണ് ഇത് പൊല്യൂഷൻ ഈ വാട്ടറിലേക്ക് ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ. അപ്പം അത് വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യും. ഈ ഒരു വാട്ടറിലുള്ള പലതരത്തിലുള്ള ജീവികളുണ്ടാവും അല്ലേ, അവരുടെ ആ ഒരു അക്വാറ്റിക് ലൈഫിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഹാംഫുൾ എഫക്റ്റ് ഓഫ് ദി മെർക്കുറി ആയിട്ട് എഴുതേണ്ടത്. കുറച്ച് കാര്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാട്ട് വാല്യൂസ് ആർ അസോസിയേറ്റഡ് വിത്ത് അബവ് ഡിസ്കഷൻ. അപ്പം ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് എന്ത് വാല്യൂ ആണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതും എന്ത് മൂല്യമാണ്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, പൊല്യൂഷൻ കാരണം, പൊല്യൂഷനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് കോൺസിക്വൻസ് വരുന്നതെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താണ് അത് കാരണം തന്നെ നമുക്ക് ഹാംഫുള്ളായിട്ട് വരുന്ന വേസ്റ്റ് ഡിസ്പോസൽ അത് തടയുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ആണെങ്കിൽ കെമിക്കൽ ടോക്സിസിറ്റിനെ കുറിച്ചിട്ട് അവെയർ ആവുന്നുണ്ട്. അത് സേഫ് ഡിസ്പോസൽ മെത്തേഡിലേക്ക് വഴിതെളിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് കോൺസിക്വൻസ്, പ്രിവെൻറ്റിംഗ് ഹാംഫുൾ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് അവയർനെസ് ഓഫ് കെമിക്കൽ ടോക്സിസിറ്റി ആൻഡ് സേഫ് ഡിസ്പോസൽ മെത്തേഡ്. ഇത്രയാണ് കേട്ടോ. 24th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് എ കോളം ഉണ്ട്, ബി കോളം ഉണ്ട്. അപ്പോൾ ഇതിന് ഫസ്റ്റ് എ ആണ് വരുന്നത്. എ വിഷയം നോക്കാം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സൈക്ലോ ഹെക്സൈൻ ആണല്ലേ, 6 നമ്പേർഡ് ആയിട്ടുള്ള ഒരു കാർബൺ റിംഗ് ആണ്. ഇത് എന്താണ്, സിംഗിൾ ബോണ്ടല്ല എല്ലാം മേക്ക് ചെയ്യുന്നത് അല്ലേ, സിംഗിൾ ബോണ്ടാണ്, നോ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇതിലെന്താ ഒരു ഐസോപ്രോപ്പൈലുണ്ട്, CH3 ഗ്രൂപ്പ്. ഇത് ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ്സ് ഓൾസോ സ്റ്റിൽ എ സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്, ഇറ്റ് ഓൺലി കണ്ടെയ്ൻസ് ദി സിംഗിൾ ബോണ്ട്. ഓക്കെ. അപ്പോൾ ഇനി കോളം 2 നോക്കുന്നതാണെങ്കിൽ, ഈ ഒരു സെക്ഷനിൽ നോക്കുന്നതാണെങ്കിൽ ഇതിന് ഫസ്റ്റ് എക്ക് മാച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫുള്ളി സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആണ് അല്ലേ. ആൻഡ് ഇറ്റ്സ് റിവേഴ്സ് ടു അതായത് ഒരു മോളിക്യൂൾ എന്താണ് അതിൻ്റെ ഓൾ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിരിക്കണം. അപ്പോൾ അതായിരിക്കും കറക്റ്റായിട്ടുള്ള മാച്ചിങ് വരുന്നത്. അപ്പം ഇതിന് കറക്റ്റായിട്ടുള്ള കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ടുള്ളത് ഏതാണ്, ഈ ഒരു 6 ഇതിന് വേണ്ടിയിട്ടുള്ളത് സിംഗിൾ ബോണ്ട് എല്ലാത്തിനും കറക്റ്റായിട്ട് വരുന്നത് 4th ഓപ്ഷനാണ്. അപ്പം ആൻസർ കോളം 1 എ ക്വസ്റ്റ്യന് ഇത് മാച്ച് ആയിട്ടുള്ള 4th ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇത് നോക്കാം നമുക്ക്, ബി നോക്കാം. അപ്പം ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻ ആണല്ലേ, ഇറ്റ്സ് എ ഹൈഡ്രോ കാർബൺ ആണ്. ഇതിലെ ഈ ഒരു ചെയിൻ ആൽക്കെയിനിൽ എന്താണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, കാർബൺ ആറ്റംസ് പിന്നെ സ്ട്രെയിറ്റ് അല്ലേ. പിന്നെ ആണെങ്കിൽ അൺബ്രാഞ്ച്ഡ് ചെയിനാണ്, സിംഗിൾ ബോണ്ട്സ് ആണ് വരുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് C5H12 ഒക്കെ പറയാം, പെൻറ്റീൻ, ഹെക്സെയിൻ ഒക്കെ പറയാം. ഇവിടെ N ആൽക്കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ആൽക്കെയിൻ എന്നാണ് പറയുന്നത്. അതായത് നോർമൽ ആൽക്കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻ വിത്ത് നോ ബ്രാഞ്ചസ്. ഇവിടെ ബ്രാഞ്ചസ് ഒന്നും കാണുന്നില്ലല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം കോളം 2 അതൊന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദാറ്റ് ഈസ് 3 അല്ലേ, വെച്ചാൽ ലോങ് ചെയിൻ ആൽക്കെയിൻ ആണ്. ആൻഡ് വിച്ച് ഫിറ്റ്സ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻ ഫ്രം കോളം 1. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മാച്ച് ആവുന്നത് കോളം 1 ബി ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ടെർമിനൽ ആൽക്കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആസ് എ ആൽക്കെയിൻ ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ് മേക്ക് ചെയ്യുന്നത് അല്ലേ. കൂടാതെ ഇതൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, പ്രസൻസ് ഓഫ് ആൻ OH ഗ്രൂപ്പ്. അപ്പോൾ ഇതെന്താണ്, ഹൈഡ്രോക്സിലേറ്റഡ് ആൽക്കെയിൻ ആണ് ഈ ഒരു C എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു OH വരുന്നത് ഇതെന്ന് കണ്ടുപിടിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സി എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും മാച്ച് ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് OH ഗ്രൂപ്പ് ഫസ്റ്റിലുണ്ടല്ലേ, അപ്പോൾ ഇതായിരിക്കും ആ ഓപ്ഷൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താറാക്കിയിട്ട് പറയാം. ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും വേണ്ട. OH C1 തന്നെയാണ് ഉറപ്പിക്കുക നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എന്താണ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ നമുക്കത് മാച്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഇതൊരു ബ്രാഞ്ച്ഡ് ആൽക്കെയിനാണ്. ഇവിടെ ഡബിൾ ബോണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. 2 3 ആൽക്കൈൽ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അപ്പം ഇതിന് ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഏതാണെന്ന് സെക്കൻഡാണ് വരുന്നത്. അപ്പോൾ അത് ഇതും തന്നെയാണ് മാച്ചിങ് ആയിട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യന് ഓക്കെ. അപ്പോൾ 25th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 25 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഇന്നത്തെ ഇത് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കുറച്ചധികം കൂടി ക്വസ്റ്റ്യൻസ് ഞാൻ ചേർത്തിട്ടുള്ള PDF തരാം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അത് ഇങ്ങനെ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് 29ാമത് മുതലുള്ള എന്താണ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്നത്. നേരിട്ട് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിഞ്ഞാൽ തന്നെ അത് എഴുതി കൊടുത്താലും മതി. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ മാർക്ക് കിട്ടാം. അപ്പം കൂടുതലായിട്ടും കെമിസ്ട്രിയിൽ പറയാനുള്ള ജസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് തന്നെ ഫൈനലാകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ്സൊക്കെ കണ്ട് സെറ്റാവും. എന്തായാലും ഫൈനൽ എക്സാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ടെൻഷൻ ആവരുത്, നമ്മുടെ ഉള്ള കോൺഫിഡൻറ്റ് കൂടെ പോകുന്നതായിരിക്കും. അപ്പം നല്ല മിനിമലായിട്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാനുള്ള മാർക്കൊക്കെ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ദറ്റ് ഈസ് കംപ്ലീറ്റ് ദ ഫോളോവിങ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് റിയാക്ഷൻ എന്താണെന്ന് അറിയണം ഫസ്റ്റ്. അപ്പം ഇതിനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന ടൈമിൽ, കെമിസ്ട്രി ക്ലാസ് എടുക്കുന്ന ടൈമിൽ ചില റിയാക്ഷൻസിനൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പം ഈ ഒരു റിയാക്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത് ഒന്നെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്താണെന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. ഇത്തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താണ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ ആണ് ഇത് വരുന്നത്. അപ്പോൾ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് എന്താണ്? ദറ്റ് ഈസ് CH3 CH OH CH3. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇതിനെന്താണ് വായിക്കുന്നത്? പ്രൊപ്പാൻ 2-ol, അതായത് ആൽക്കീൻ പ്രൊപ്പീൻ റിയാക്ട്സ് വിത്ത് വാട്ടർ. ഇതാണ് ആൽക്കീനായിട്ടുള്ള പ്രൊപ്പീൻ റിയാക്ട്സ് വിത്ത് വാട്ടർ. എന്തിൻ്റെ പ്രസൻസിനാണ്? ആസിഡ് കാറ്റലിസ്റ്റിൻ്റെ. അതാണ് H2യും H+ ഇവിടെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു പ്രൊപ്പീൻ എന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും വിത്ത് ദ പ്രസൻസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. ഇവിടെ ഏതാണ് വരുന്നത്? ആസിഡ് കാറ്റലിസ്റ്റ് ആണ്, ദാറ്റ് ഈസ് H+. അപ്പം ഇത് മാർക്കോവ്നീസ് റോളാണ് വെച്ചിട്ടാണ് ഈ ഒരു എന്താണ് റിയാക്ഷൻ നടക്കുന്നത്. മാർക്കോവ്നീസ് റിയാക്ഷനാണ് ഇത് വരുന്നത്. എന്നിട്ട് തൽഫലമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പാൻ 2-ol ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? റിഡക്ഷൻ ഓഫ് എസ്റ്റർ വിത്ത് NaBH4. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു NaBH4, അത് കാർബണൈൽ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് CO. ഇതാണ് കാർബണൈൽ ഡബിൾ ബോണ്ട് O. അപ്പോൾ ഇതാണ് കാർബണൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിനെ ഈ ഒരു NaBH4 റെഡ്യൂസ് ചെയ്യും. ആൻഡ്
പിന്നെ എസ്റ്റർ ആൽക്കഹോളും അതും റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്ന് പഠിക്കാനുള്ളത്. സെക്ഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രീൻ്റെ റിവിഷനാണ് വരുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള PYQ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമുക്ക് കെമിസ്ട്രിയിൽ ഇനി ചില പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് എ ബോഡി, പിന്നെ ആണെങ്കിൽ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ വിസ്കോസിറ്റി ഓഫ് ലൈറ്റ് ലിക്വിഡ്, ഇലക്ട്രോലിറ്റിക് ആൻഡ് ഗാൽവാനിക് സെല്ല്, പിന്നെ വരുന്നത് ക്ലാമൻസൺ റിഡക്ഷനും ആൽഡോൾ കണ്ടൻസേഷൻ എന്താണ്, ഇതിൻ്റെ ഒക്കെ റിയാക്ഷൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ പഠിക്കണം. പിന്നെ ആണെങ്കിൽ ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്താണെന്ന് നോക്കണം. പിന്നെ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്, എക്സോതെർമിക് റിയാക്ഷൻ, സേറ്റ്സ് ഓഫ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് കാര്യങ്ങളും തന്നെ ഈ ഒരു PDF ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് വെച്ചിട്ടും നിങ്ങൾ കെമിസ്ട്രിക്ക് ഫൈനൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എനിവേ ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.